സംശയം ഉണ്ടായി ഉറപ്പാക്കും. മതിയോ? ഇല്ല 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 അവരെടുക്കട്ടെ ആവശ്യം എടുക്കട്ടെ സാർ. ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യാത്തൊരു പേടിക്കേണ്ട കാര്യമല്ല കേട്ടോ. ബാക്കി കൂടെ ഒന്ന് അന്വേഷിക്കണം നിങ്ങൾ. ബാക്കി ഇതിന്റെ യാഥാർത്ഥ്യം കൂടെ അന്വേഷിക്കണം കേട്ടോ. 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ 51-കാരൻ അറസ്റ്റിൽ. കരുകോൺ കടവറം തോട്ടുങ്കര പുത്തംവീട്ടിൽ 51 വയസ്സുള്ള നാസർ ആണ് അറസ്റ്റിലായത്. പീഡന വിവരം പുറത്തു വന്നതിനെ തുടർന്ന് ദിവസങ്ങളായി ഒളിവിലായിരുന്നു നാസർ. അഞ്ചൽ കരുകോൺ തോട്ടുങ്കര പുത്തംവീട്ടിൽ 51 വയസ്സുള്ള ബൈക്ക് നാസർ എന്ന നാസറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം 10ഓളം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ടെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു. ഒളിവിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് രാവിലെയാണ് അഞ്ചൽ CI ഹരീഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ ഹാജരാക്കാനായി ഇയാളെ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സംശയം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും സംശയം സംശയം ഉണ്ടായിട്ടല്ലേ അവര് പിടിച്ചത്? ആണോ? സംശയം ഉണ്ടായതിന്റെ പേരില്ല, അല്ലാതെ ഉറപ്പാക്കിയില്ലല്ലേ? ഉറപ്പാക്കും, അതിനു വേണ്ടിയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഉറപ്പാക്കും. മതിയോ? ഇല്ല 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 അവരെടുക്കട്ടെ ആവശ്യം എടുക്കട്ടെ സാർ. ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യാത്തൊരു പേടിക്കേണ്ട കാര്യമല്ല കേട്ടോ. ബാക്കി കൂടെ ഒന്ന് അന്വേഷിക്കണം നിങ്ങൾ. ബാക്കി ഇതിന്റെ യാഥാർത്ഥ്യം കൂടെ അന്വേഷിക്കണം കേട്ടോ. യാഥാർത്ഥ്യം കൂടെ അന്വേഷിക്കണം കേട്ടോ. അന്നേരം കൊടുക്കണം. ഇതാണ് കുഴപ്പമില്ല. വണ്ടി ഓടിക്കുന്നവരാ നല്ല കൊഴുപ്പിച്ചേക്ക്, നമ്മളായിട്ട് കുറയ്ക്കണ്ട. വണ്ടി ഓടിക്കുന്ന നന്നായിട്ട് കൊഴുപ്പിച്ച് വാർത്ത കൊടുക്കണമെന്ന് അയാൾ തന്നെ പറയുകയാണ്. അതായത് 15 വയസ്സുകാരിയെ നിരവധി തവണ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ഒരാളുടെ പെരുമാറ്റമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി ഇയാൾ പെരുമാറുന്നുവെങ്കിൽ ഇയാൾക്ക് യാതൊരു കുറ്റബോധവും ഈ കേസിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നീചമായ പ്രവർത്തികൾ ചെയ്തിട്ടും കുറ്റബോധമില്ലാതെ സംസാരിക്കുന്ന ഇതുപോലുള്ളവരെ തീർച്ചയായും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷകൾ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നാണ് ആയൂർ ടു ഓയൂർ ന്യൂസിന് പറയാനുള്ളത്.